ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ ഒത്തിരി ദിവസം കൂടി കുറച്ച് കുർത്തീസ് കാണിക്കാം. 3 പീസും 2 പീസും ആയിട്ടുള്ള കുറച്ച് കുർത്തീസ്. 2 പീസ് 3 പീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. 3 പീസ് എന്ന് പറയുമ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട, 2 പീസ് എന്ന് പറഞ്ഞാൽ ടോപ്പും ബോട്ടം മാത്രമേ കാണുള്ളൂ മെജോറിറ്റിക്കും. അപ്പം ഒരു സെമി പ്രീമിയം എന്ന് പറയാം കേട്ടോ. ഓവറായിട്ടുള്ള റേറ്റ് ഉള്ളതല്ല, പക്ഷെ അത്യാവശ്യം പ്രീമിയം കാറ്റഗറി പെടുന്നതാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ നോർമൽ ഡെയിലി വെയർ ആയിട്ട് ഇടുന്നതിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് പ്രീമിയം കാറ്റഗറി പെടുന്നതാണ്. ആദ്യത്തേത് ഇതാണ് കണ്ടോ, മൽച്ചന്തേരിയാണ് ഫാബ്രിക്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ട് ഇവിടെ മാത്രം ഒരു ചെറിയ ഗാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ടുള്ള ഗാദേഴ്സ് ഒന്നുമില്ല. നമുക്ക് വെറുതെ തോന്നും ചിലർക്ക്, അയ്യോ ഞാനിങ്ങനെ ഗാദേഴ്സ് ഉള്ളതൊന്നും ഇടത്തില്ല അങ്ങനെ. പക്ഷെ അത് നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ട് വയറോ അങ്ങനത്തെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. കേട്ടോ, ഇങ്ങനെ ഇരിക്കും. ലെങ്ത്ത് ഏകദേശം ഇത്രയും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ലെങ്ത്തൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബോട്ടം. ഫ്രണ്ട് ഇങ്ങനെ പടി വന്നിട്ട് താഴെ. ഇത് മൽച്ചന്തേരിയുടെ ഫാബ്രിക്കാണ്. ഷോള് പ്ലെയിൻ ആണെങ്കിലും അവിടെ ഇവിടെ ഒരു ബുട്ടാസ് പോലെ പോയിട്ടുണ്ട്. ഇതുണ്ട്. ഇതിൻ്റെ ഇവിടുത്തെ ഈ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ത്രെഡ് വർക്കാണ്. ഇത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നു. കയ്യിലും ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക്. എംബ്രോയ്ഡറി വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഈ കാന്താ വർക്ക് ചെയ്തേക്കുന്ന പോലെയും കൂടെ കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ ലൈനിങ് ഉണ്ട്. കൈക്ക് ലൈനിങ് ഇല്ല. അടുത്ത കുർത്തി ഇതാണ്. ഇത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ. ഇത് ദുപ്പട്ടയില്ല, ടോപ്പും ബോട്ടം മാത്രമേ ഉള്ളൂ. നല്ലൊരു എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് സിമ്പിളാണ്, പക്ഷേ നല്ല എലഗൻ്റ് ആയിട്ടുള്ള കുർത്തി. ബോട്ടം ഉണ്ട്. ഇത് കണ്ടോ, ബോട്ടം ഉണ്ട്. നെക്ക് ഇങ്ങനെ വരും. നെക്കയിലും ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള എംബ്രോയ്ഡറി പാറ്റേൺ. കയ്യിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, പീച്ച് കളറാണ്. ടോപ്പും ബോട്ടം ഉള്ളൂ. ഇതിൻ്റെ സൈസസും വിലയും സ്ക്രീനിൽ ഉണ്ട്. സ്റ്റൈലിലുള്ള കുർത്തിയാണ്. ഈ കുർത്തിയുടെ തന്നെ ഒരു കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുള്ളത് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നു ഒരു 10-200 രൂപയുടെ അല്ല 100-200 രൂപയുടെ ഡിഫറൻസിലുള്ളത്. അതിൻ്റെ സ്റ്റഫിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതും ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഹാൻഡ്ലൂം കോട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള സ്റ്റഫ് വരില്ല. ബാക്കി പാറ്റേൺസ് എല്ലാം ഇങ്ങനെ തന്നെ. ഇങ്ങനെ അങ്കർക്ക സ്റ്റൈലിൽ വന്നിട്ട് ഇവിടെ ഒരു എംബ്രോയ്ഡറി വർക്ക്, ഇവിടെ ഒരു പോഡ്ലി ബട്ടണും എല്ലാം കൊടുത്തിട്ട് സ്ലിറ്റഡ് ആണ്. ടോപ്പും ബോട്ടും മാത്രം. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്രിക്കിൻ്റെ കളർ. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ബ്ലൂ കളർ. ഇത് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. 40 ഇതുണ്ടോ, ഇത്രയും ലെങ്ത് ഉണ്ട്. ഞാൻ ഇവിടെയൊക്കെ എത്തിയാണ് പിടിച്ചിരിക്കുന്നത്. എന്നാലും നല്ല ലെങ്ത് ഉണ്ട്. കൃത്യം എത്രയാണെന്ന് ചോദിച്ചാൽ 47 കാണുമെന്ന് തോന്നുന്നു. സ്ലിറ്റഡ് ആണ്. കളർ ചേഞ്ച്. ഇതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട്. ചിലപ്പോൾ വഴിയെ വരുമായിരിക്കാം. അടുത്തൊരു കുർത്തി കണ്ടോ, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തി. ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ. ലൈനിങ് ഇല്ല. ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതുണ്ടോ, നല്ല കട്ടിയുള്ള, അത്യാവശ്യത്തിന് നല്ല കട്ടിയുള്ള ഹാൻഡ്ലൂം കോട്ടൺ അറിയാമല്ലോ എല്ലാവർക്കും. ഇങ്ങനെ ബോഡിയിൽ ഫ്രണ്ടിൽ ഇവിടെ ഒരു സൈഡിൽ ഒരു സ്കാലപ്പ്, ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ. അതുപോലെ നെക്കിലും ഇങ്ങനെ നല്ലൊരു ലേസിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. കയ്യേൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കയ്യേൽ ഇവിടെ ഇങ്ങനെ ഒരു ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് സെൻറ്ററിൽ. കൈയുടെ ഈ ഇത് കണ്ടോ, നമ്മളുടെ ഈ ഷോൾഡറിൻ്റെ ഈ താഴേക്കുള്ള ഭാഗത്ത് മുഴുവനും ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ക്രോഷ്യോ ലേസും കൊടുത്തിട്ടുണ്ട്. കൈ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ എൻഡിൽ ഇതിൻ്റെ അല്ല, ഇതിനില്ല. ബോട്ടം ഇങ്ങനെ ടോപ്പും ബോട്ടം മാത്രമുള്ള. ടോപ്പിന് ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റൊക്കെ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണത്തില്ല, പക്ഷെ നമുക്ക് നല്ല ഉപകാരമാണ് ഫോണൊക്കെ ഇടാൻ. ആ പോക്കറ്റ് തന്നെ ബോട്ടത്തേലും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, ബോട്ടത്തെ ഇല്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സിമ്പിൾ വെയർ ആയിട്ടുള്ള ഒരു കുർത്തി. നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാഷ്വൽ വെയർ ആയിട്ടോ അത്യാവശ്യം ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു കുർത്തി. അടുത്തത് സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ. കണ്ടോ, നല്ലൊരു ലൈറ്റ് ഒനിയൻ പിങ്ക് ഷെയ്ഡും അതിൻ്റെ കൂടെ നല്ല ഒരു പൗഡർ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ പീക്കോക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡും കൂടെ കൂടിയിട്ടുള്ള സ്ലബ് സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ്. ടോപ്പ് ബോട്ടം മാത്രമാണ്. ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. സ്ലിറ്റഡ് ആണ്. കണ്ടോ, കയ്യിൽ ഇങ്ങനെയാണ് കൈ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പടി പോലെ വന്നിട്ട് അതിൽ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റിച്ച് പോയിരിക്കും അതിൽ കൂടെ. അങ്ങനെ വന്നിട്ടുള്ള സിമ്പിൾ കുർത്തി. ഇതൊരു 3 പീസ് സെറ്റാണ്. ഇത് കേട്ടോ, ഇത് തന്നെയാണ് ഹാൻഡ്ലൂം കോട്ടൺ തന്നെയാണ് സ്റ്റഫ്. നല്ല എംബ്രോയ്ഡറി വർക്ക്, നല്ല വൃത്തിയുള്ള എംബ്രോയ്ഡറി വർക്ക്. ഒരു ഡാർക്ക് ലൈലാക്ക് കളറിൽ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നു. നെക്കയിലും ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോളുണ്ട്. ഷോൾ ഇതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ അവിടെ ഇവിടെ എംബ്രോയ്ഡറി വർക്ക്, ബൂട്ടാസ് പോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ബോട്ടത്തേൽ, ഇതിൻ്റെയാണ് ബോട്ടത്തേലും. ഇതുണ്ട്, ബോട്ടത്തേലും ആ ഒരു എംബ്രോയ്ഡറി ചെയ്തേക്കുക. ഇവിടെ എംബ്രോയ്ഡറി ഉണ്ട്, ആ സെയിം എംബ്രോയ്ഡറി ബോട്ടത്തിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടോ, എനിക്കിത് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ലക്നൗവി വർക്ക് വരുന്ന മൽ കോട്ടൺ ഫാബ്രിക്കിൽ. ലക്നൗവി വർക്ക് എവർഗ്രീൻ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏത് വലിയ ഫങ്ഷന് വേണമെങ്കിലും നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല കുർത്തി. നല്ലൊരു മിൽക്കി വൈറ്റ്, അതാണ് കളറ്. വൈറ്റേ കൂടെ ലൈറ്റ് പീച്ച് ഷെയ്ഡ് കൊണ്ടുള്ള ഫുള്ള് വർക്ക് ചെയ്തിരിക്കുക. താഴേക്ക് പോകുമ്പോൾ താഴത്തെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തെ വർക്ക് നിങ്ങൾ കണ്ടോ, എന്നാ രസമാണ് നോക്ക്. നല്ല ഒന്നാന്തരമായിട്ട് പാർട്ടി വെയർ ആയിട്ട് ഇടാം. ഇനി ഡെയിലി വെയർ ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇതാണ് ഇത്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചക്കര കുട്ടികൾ എന്ന് ഞാൻ ഇതിനെ വിളിക്കുന്ന പോലും അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു പ്ലീറ്റ്സും ഒക്കെ വന്നിട്ട്, ഈ പ്ലീറ്റ്സൊക്കെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലീറ്റ്സൊക്കെ ഉള്ളപ്പോൾ ഇച്ചിരി ഏജ് കൂടെ എബവ് 40 ആണെന്ന് വെച്ചോ, പ്ലീറ്റ്സ് ഇട്ടെന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. നമുക്ക് കാഷ്വൽ ആയിട്ടൊരു ഫീലാണ്. നമുക്ക് വയറൊക്കെ ഉണ്ടെങ്കിൽ ആ വയറ് കാണത്തില്ല. അതേസമയം നമ്മളിങ്ങനെ സൈഡ് ഒതുക്കിയ സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തി വിട്ട് നോക്കിയാൽ വയറിങ്ങനെ ഭൂമിന്ന് എടുത്ത് നിൽക്കും. ഇത് ഈ പ്ലീറ്റ്സിനകത്ത് വയറ് കുറേ ഒതുങ്ങിപ്പോകും. മനസ്സിലായോ? അത് ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്, വയറ് കൂടുതൽ തോന്നും, വണ്ണം കൂടുതൽ തോന്നുന്നു. വെറുതെയാണ്. എനിക്കൊക്കെ ഞാനിതുണ്ട്, ഞാനിപ്പോൾ ഇട്ടേക്കുന്നുണ്ടോ പ്ലീറ്റ്സ് കുർത്തിയത്. എന്തിനും വേണമെങ്കിലും കാഷ്വലായിട്ട് നമുക്ക് നടക്കാം. ശരിക്കും പറയാം. ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് ബ്ലൂ. എനിക്കിഷ്ടമുള്ള കളർ എടുത്തോ. പക്ഷെ ഇത് കാണിച്ച ആ ഒരു ദിവസം കാണുള്ളൂ. എനിക്കറിയാം, ഷോപ്പിൽ പോലും ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇത് പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. കയ്യിലെ വർക്കൊക്കെ ഉണ്ട്, എന്നാ രസം നോക്ക്. നല്ല നീറ്റായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്ത്. ഇതിൻ്റെ സൈസസ് ഏതൊക്കെയാണെന്നുള്ളതും, ഇത് ടോപ്പ് മാത്രമേ ഉള്ളതെന്നായിരിക്കും. ഇത് സൈസസ് ഏതാ ഉള്ളതെന്നും. നല്ല ഒന്നാന്തരം പാർട്ടി വെയർ കേട്ടോ. നല്ല മൽക്കോട്ടൻ്റെ ഫാബ്രിക്കാണ്. ലൈനിങ് ഉണ്ട്, ലൈനിങ്ങും നല്ല ക്വാളിറ്റിയുള്ള ബട്ടർ ഷിഫോണിൻ്റെ ലൈനിങ്ങും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട്. ഇപ്പം വിഷു വരുന്നു, ഈസ്റ്റർ വരുന്നു, ഇതിനെല്ലാം റമദാൻ വരുന്നു, എല്ലാത്തിനും ഇടാൻ പറ്റും. പള്ളിയിലൊക്കെ പോകാനാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടികളുണ്ട്, ഗാദറിങ്സിനും ഒക്കെ സിമ്പിൾ പക്ഷേ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ഇടുന്ന ഒരു സാധനം. ഞാൻ ഇതിനെപ്പറ്റി ഇച്ചിരി കൂടുതൽ പറഞ്ഞെന്നറിയാം, കാരണം ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് അത്രയേ എടുത്ത് പറഞ്ഞേ. അടുത്ത കുർത്തി ഒരു 3 പീസ് സെറ്റാണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട. ഇത് മൽക്കോട്ടൻ്റെ ഫാബ്രിക്കാണ്. ഇറ്റ കൂടി ഇങ്ങനെ ഒരു ലൈൻസ് പോയേക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കും ഇത് മറ്റെന്തെങ്കിലും ഫാബ്രിക്കാണ്. അല്ല, ഇത് മൽക്കോട്ടനാണ് ഫാബ്രിക്ക്. മൽക്കോട്ടൻ എന്ന് പറഞ്ഞാൽ പ്യോർ കോട്ടൺ, ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇപ്പം ഞാൻ ഇട്ടേക്കുന്നൊക്കെ ഞാൻ അങ്ങനത്തെ ഇടത്തുള്ളൂ. കണ്ടാൽ ഈ എന്നാ പറയുന്നത് പഴന്തുണി പോലൊക്കെ ഫീലൊക്കെ തോന്നും, പക്ഷെ അതിനൊരു ലുക്കാണ്. റേറ്റ് നല്ലപോലെ കൂടുതലുമാണ് മൽക്കോട്ടൻ്റെ മൽച്ചന്തരി എല്ലാം വരുമ്പോൾ. കാരണം അത് നമുക്ക് ഒരു മിക്സിങ്ങോ കാര്യങ്ങളോ ഇപ്പോൾ പോളിസ്റ്ററോ അല്ലെങ്കിൽ സിന്തറ്റിക്കോ ഒന്നും മിക്സ് ഇല്ലാതെ ചെയ്തെടുക്കുന്ന കോട്ടനാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് കൂടും. ഇടാൻ ഭയങ്കര സുഖമാണ്, കാണാനും നല്ല വൃത്തിയാണ്. കണ്ടോ, ഇതൊരു ബേബി പിങ്കിൻ്റെ ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡ്, അല്ലെങ്കിൽ റോസ് എന്ന് പറയത്തില്ല, അങ്ങനെ ഒരു കളർ. ഇത് കണ്ടോ, ഇതാണ് ഷോൾ വന്നിരിക്കുന്നത്. ഷോൾ ചെറുതായിട്ട് ബാക്കിലേക്ക് ഉണ്ട് കേട്ടോ. ഷോളിൻ്റെ സൈഡിൽ ഇങ്ങനെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോളെ ഫുള്ള് ഇങ്ങനെ വർക്കുണ്ട്. ബോട്ടം ഉണ്ട്. ബോട്ടം ഞാൻ കാണിച്ചല്ലോ, ഒരേ മോഡലാണ് ബോട്ടം. ഫ്രണ്ടിൽ പടിയും താഴേക്കും ഇതായിട്ട്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ലൈനിങ് കൊടുത്തിരിക്കുന്ന വരെ മൽക്കോട്ടനാണ്. നമുക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും ബോഡിക്ക് ഉണ്ടാക്കത്തില്ല. തോന്നുന്നു ഇതിൻ്റെ വില 2000 എബോവ് ആണെന്ന് തോന്നുന്നു. കാരണം ഇത് പ്യുവർ മൽക്കോട്ടനാണ്. ഇതിൻ്റെ വർക്ക്, ഇതിൻ്റെ ഇതെല്ലാം കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു വർക്ക്. ഇതും ആദ്യം ഫസ്റ്റ് കാണിച്ച ക്രീമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇടാൻ അതുകൂട്ട് സുഖമാണ്. നമ്മൾ പാർട്ടി വെയർ ആയിട്ട് വേറെ ഒന്നും അന്വേഷിച്ച് പോകണ്ട. ഇത് സിമ്പിളായിരുന്നു, തീരെ സിമ്പിളായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നു. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ്, നല്ലൊരു ഹാങ്ങിങ് ഉള്ള കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, എന്നിട്ട് ഇതിലിങ്ങനെ പിങ്കിൻ്റെ ഡാർക്ക് ഒരു ഡീറ്റെയിലിങ് കൊടുത്തിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുക. ഇവിടെ പോക്കറ്റ് ഉണ്ട്, പോക്കറ്റിൻ്റെ സൈഡിൽ ഒരു എംബ്രോയ്ഡറി. ഇവിടെ ഒരു ക്രോഷ്യോ ലേസ് കൊടുത്തിരിക്കുന്നുണ്ട് ഈ രണ്ട് സൈഡിലും. സെൻട്രൽ പോർഷന് മാത്രം ചെറിയതായിട്ടൊരു ഗാദേഴ്സ് കൊടുത്തിട്ട് ഇത് കണ്ടോ, കയ്യിലും ഇങ്ങനെ ഇത് വരും. ദുപ്പട്ട കണ്ടോ, ബോട്ടം ഉണ്ട്.
ഇതും സെയിം മൽക്കോട്ടൺ ഫാബ്രിക്. ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വേണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. കാരണം വേണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ കാരണം ഓൾറെഡി ഈ പ്രാവശ്യം വന്ന കളക്ഷൻസിൽ നിന്ന് 2-3 പീസസ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി എവിടെ എന്തിനാ ഇത്രയും മാത്രം ഇനിയും വരുമല്ലോ എപ്പോഴും. ഇത് കണ്ടോ, ഇത് ആപ്ലിക്ക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡ് പോർഷനിൽ ആപ്ലിക്ക് വർക്കും സ്കാലപ്പ് വർക്കും കൊടുത്ത് നല്ല എന്നെ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫീല് നല്ലതായിട്ടുണ്ട്. ഇതും മൽക്കോട്ടനാണ് സ്റ്റഫ് കണ്ടോ. ലേസ് അല്ല, ലൈനിങ് കാണുമ്പോൾ നമ്മൾക്ക് ഓർക്കും അയ്യോ ലൈനിങ് അങ്ങ് ഒരു പഴന്തുണി പോലെ. പക്ഷേ അത് മൽക്കോട്ടൻ ആയതുകൊണ്ട് കേട്ടോ നമ്മുടെ ബോഡിക്ക് കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ലൈനിങ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ആ ലൈനിങ്ങിൻ്റെ പെർ മീറ്റർ റേറ്റ് നല്ല കൂടുതലാണ്. പിന്നെ ഇത് കേട്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ചൈനീസ് കോളർ, ഓപ്പൺ വന്നിട്ട് ഇങ്ങനെ ഒരു ചൈനീസ് കോളർ. കയ്യിൽ നോക്ക്, ഈ ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ്. അതിൻ്റെ കൂടെ ബ്രിക്കിൻ്റെ കളറുള്ള എടുത്ത് നിൽക്കുന്ന എംബ്രോയിഡറി. ഇത് വരും ഷോൾ. അടുത്ത ഇത് കണ്ടോ, പ്യുവർ കോട്ടൻ്റെ അങ്കരക്ക നെക്ക് വന്നിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡെനിം ഫീല് തോന്നുന്ന ഒരു, പക്ഷെ കോട്ടൺ ആണ്, ഒരു സ്റ്റഫ് വരുന്ന ഒരു കുർത്തി. സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഇല്ല. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ, അതുകൊണ്ട് ലൈനിങ് ഇടാത്തത്. ലൈനിങ്ങും കൂടെ ഇട്ടാൽ ഭയങ്കര ഹെവി ആയിപ്പോവും, വണ്ണം കൂടുതൽ തോന്നിക്കും, നമുക്ക് ചൂട് കൂടുതലെടുക്കും, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരു മെറ്റീരിയൽ നോക്കിയിട്ടാണല്ലോ ലൈനിങ് ഇടുന്നത്. ഇങ്ങനെ വരും ഷോള്. ബോട്ടം വന്നിട്ട് ഈ ലൈൻസിലെ ഇതാണ് ബോട്ടം കണ്ടോ, ഇങ്ങനെ വരും ബോട്ടം. ഷോൾ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ആപ്ലിക്ക് വർക്ക് കണ്ടോ, ഈ ആപ്ലിക്ക് വർക്കിൻ്റെ അതേ കളറിലെ ഷോള് നല്ല ഭംഗിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഞാൻ പറയും കുർത്തീസ് വാങ്ങിക്കാൻ കാഞ്ഞിരപ്പള്ളിയിലുള്ളവരാണെങ്കിൽ, വരാൻ പറ്റുന്നവരാണെങ്കിൽ ഡയറക്റ്റ് വന്ന് വാങ്ങിക്കുക. വായോ, ഇതുപോലത്തെ ധാരാളം കുർത്തീസ് ഇപ്പം ഹെവി ആയിട്ടുള്ള പാർട്ടി വെയേഴ്സ്, ലെഹങ്ക, ലാച്ച, ഷറാറ, ഹെവി ആയിട്ടുള്ള എല്ലാത്തിനും ബിലോ 3000 ആണ് റേറ്റ്. വളരെ ചുരുക്കം മാത്രമേ, അതായത് നിങ്ങൾ ആ വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ റീൽസൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്ക്. ബ്രൈഡ്സിനെല്ലാം പറ്റുന്നതാണ്. അങ്ങനത്തെ വന്നിട്ടുണ്ട്. ഇത് അങ്ങനത്തെ വന്നെടുക്കാൻ പറ്റുമെങ്കിൽ വന്നെടുത്തോ എന്നേ ഞാൻ പറയുള്ളൂ, അല്ലാത്തവരും ഓൺലൈനിൽ എടുക്കുക. ഇത് കണ്ടോ, നല്ലൊരു ഗ്രീന്. ഇതും ഈ പറയുന്ന പോലെ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇത് സിമ്പിളാണ്. ഇതിൻ്റെ ടോപ്പും ബോട്ടവും ടോൺ ആണ്, സെയിം ആണോ, ഇത് തന്നെയാണ് ബോട്ടോ. ഇതിന് നിങ്ങളുണ്ടല്ലോ ഒരു കോൺട്രാസ്റ്റ് ഷോള്, ഇപ്പം ബ്ലാക്കിഷ് കളറിൻ്റോ അല്ലെങ്കിൽ ഇത്ത ഗ്രീനിൻ്റെ എന്തെങ്കിലും ഷെയ്ഡ് വരുന്ന ഒരു കോൺട്രാസ്റ്റ് ഷോളും കൂടെ ചുമ്മാ, ഈ ഷോൾ ഇടുകയില്ലാത്തവരാണെങ്കിൽ ചുമ്മാ സൈഡിൽ കൂടെ ഒന്ന് ഇടുക, അല്ലെങ്കിൽ ഒരു അലസമായിട്ട് ഇടുകയല്ലേ, ഇങ്ങനെ കഴുത്തെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുക. ഷോൾ ഇടുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഷോൾ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കോൺട്രാസ്റ്റ് ഇപ്പം ക്രേപ്പിൻ്റെ കോൺട്രാസ്റ്റ് ഷോൾ ഉണ്ടല്ലോ, കോൺട്രാസ്റ്റ് ഷോൾ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രിന്റഡ് ഷോൾ. അത് എന്താ ഞാൻ പറയുന്നത്, പ്രിന്റഡ് ഷോൾ നിറച്ചും പ്രിന്റുള്ള ഷോൾ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പം ക്രേപ്പിൻ്റെ ഒക്കെ ഒത്തിരി ഇറങ്ങുന്നുണ്ട് അങ്ങനത്തെ ഷോൾസ്. ഞാൻ ഓർത്തത് അറ്റാച്ച് ചെയ്ത് വെക്കട്ടെ എന്നാ, പിന്നെ മെനക്കേടാണല്ലോ എന്നോർത്ത് ഇട്ടില്ല. ഇത് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട്. നല്ല ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നതാണ് പിൻടെക്സോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇന്നത്തെ വീഡിയോയ്ക്കകത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുർത്തി. ഇത് കണ്ടോ, നല്ലൊരു ഹെജ്റക്ക് പാറ്റേൺ ചെയ്തിട്ട് നിറച്ചും ഗ്ലാസ് വർക്ക്, മിറർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്, ഗ്ലാസ് വർക്കും മിറർ വർക്കും ഒന്നാണ് അത്രയും, എനിക്കറിയത്തില്ലായിരുന്നു. അയ്യോ തെറ്റിപ്പോയി. ഗ്ലാസ് വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഷോള് കണ്ടോ, ഇങ്ങനെ മൾട്ടി കളർ വരുന്ന, അത് ഫുള്ള് അജ്രക്കിൻ്റെ. ഇത് പ്രിൻ്റ് അല്ല, ഇത് ഇങ്ങനെയാണിത്. ഇത് കണ്ടാൽ പക്ഷെ നമുക്ക് തോന്നും ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ഓരോന്ന് ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുന്നത്, പക്ഷേ ആപ്ലിക്ക് വർക്ക് അല്ല, അത് പ്രിൻ്റ് തന്നെയാണ്. ഇങ്ങനെ ഒരു മൾട്ടി കളർ കോൺട്രാസ്റ്റ് നിറച്ചും ഡിസൈൻ വരുന്ന ഈ ഒരു ഗുജറാത്തി അല്ലെങ്കിൽ ഒരു പഞ്ചാബി സ്റ്റൈൽ വരുന്ന ഒരു ലുക്ക് തരുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തി. ബ്ലാക്കാണ്, എ ലൈനാണ് കേട്ടോ. ഇത് സ്ലിറ്റഡ് അല്ല, എ ലൈനാണ്. സെൻറ്ററിൽ കൂടി ഇങ്ങനെ ഒരു സ്ലീവ് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സെയിം ബ്ലാക്ക് തന്നെയാണ്. ഷോളും ഇവിടുത്തെ യോക്ക് പോർഷനും മാത്രം എന്താ ഇത് കൂട്ടും പ്രിന്റഡ്. നെക്ക് വരുമ്പോഴും നെക്ക് ഇങ്ങനെ ഇതുണ്ടോ, ഒരു ഹൈനെക്കായിട്ടുള്ള വീനക്ക കേട്ടോ, വെറുതെ ഉള്ള വീനക്കല്ല, ഇച്ചിരി ഹൈനെക്കായിട്ടുള്ള വീനക്ക. നല്ല സ്റ്റൈലായിരിക്കും. ഇതിനൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒക്കെ ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഫംഗ്ഷന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഇപ്പോൾ ഈ കാണിച്ചേക്കുന്നതെല്ലാം ഒരു സെമി പ്രീമിയം റേറ്റിലുള്ള കുർത്തീസ് സാധനങ്ങളാണ് കാണിച്ചേക്കുന്നത്.
നമ്മുടെ ഷോപ്പിൽ 350-400 രൂപ തൊട്ടുള്ള കുർത്തീസ് അങ്ങോട്ട് അവൈലബിൾ ആണ്. അത് 5000 വരെയും റേറ്റ് ഉള്ളതും അവൈലബിൾ ആണ്. ഇതൊന്നും അല്ലാതെ ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും മിഡിലുള്ള കുറച്ചെണ്ണം മാത്രമേ ഞാൻ കാണിച്ചത്. ഡയറക്റ്റ് വന്നെടുക്കാവുന്ന കുർത്തീസ്. അതാ ഞാൻ പറഞ്ഞത്, കുർത്തീസിന് നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. വന്നെടുക്കാവുന്നവർ വന്നെടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങിക്കുക. റേറ്റ് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള സാധനങ്ങളുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിൽക്ക് ഗീവ് അവയുടെ കാര്യം മറക്കണ്ട. ബെസ്റ്റ് കമൻറ്റിന് 2290 രൂപയുടെ ഒരു സാരിയാണ് ഗിഫ്റ്റായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ സാരി. അപ്പം താങ്ക് യു.